So the final shortlisted candidate for the Cookathon, with us we have the representatives from Millet Factory and Farm. Yes? Hello ma'am, hi. Can you have the mic? Please take your stand in the center. So I hope we are ready. Shall I start the timer? Please, take your time. All right, so with that, our time starts now. Good afternoon, everybody. I'm Sophia from Millet Factory and Farms India Private Limited, Attapadi. He's my partner, Mr. Karthik. Attapadi എന്ന് പറഞ്ഞാൽ മില്ലറ്റ് വില്ലേജ് ആണ്. വൈ അട്ടപ്പാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈ ബ്രാൻഡ് ഈസ് ഓൺലി മില്ലറ്റ്. അതായത് മില്ലറ്റിൽ നിന്ന് ഉള്ള പ്രോഡക്ട്സുകളാണ് കംപ്ലീറ്റ്. ഇവിടെ എല്ലാവരും മില്ലറ്റ്സിനെ കുറിച്ച് അവെയർ ആയിരിക്കും. ബിക്കോസ് 2023 UN മില്ലറ്റ് ഇയറായി പ്രഖ്യാപിച്ച കാരണം ഒരിക്കലെങ്കിലും എല്ലാവരും മില്ലറ്റ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. എൻ്റെ സ്ലോഗൻ തന്നെ കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ 2015-16 മില്ലറ്റ് പ്രൊഡക്ട്സ് 6 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വേറൊരു കിളിക്ക് കൊടുക്കണം ഭക്ഷണമായിരുന്നു. കാരണം മില്ലറ്റ് ആർക്കും ബിക്കോസ് അവർ ടങ് ഈസ് യൂസ്ഡ് വിത്ത് വീറ്റ് ആൻഡ് റൈസ്. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ ആർക്കും ഇഷ്ടപ്പെടുന്നതല്ല. അതെങ്ങനെ ഇഷ്ടപ്പെട്ട രീതിയിലിട്ട് കഴിക്കാൻ പറ്റുന്നുള്ളതായിരുന്നു അത് തന്നെയായിരുന്നു എൻ്റെ USP. അതേപോലെ തന്നെ മില്ലറ്റ്സിൽ ധാരാളം ന്യൂട്രീഷൻ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ വളരെ നല്ലതാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്കത് കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന രീതിയിലോട്ട് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയവും. എനിക്ക് സപ്പോർട്ടീവായിട്ട് എൻ്റെ മകനും മകളും ഉണ്ട്. അഗ്രിയിൽ PhD ഉള്ള മകനും ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ PhD ഉള്ള മകളും എൻ്റെ കൂടെയുണ്ട്. പിന്നെ മിസ്റ്റർ കാർത്തിക് ആൻഡ് മിസ്റ്റർ അഖിൽ ബോത്ത് ആർ എൻജിനീയേഴ്സ്. അവരാണ് ബാക്കി ലോജിസ്റ്റിക്കും സെയിൽസും മാർക്കറ്റിങ്ങും നോക്കുന്നത്. മെയിനായിട്ട് ഇതൊരു സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഫാർമേഴ്സിന് ഞങ്ങൾ വിത്ത് കൊടുത്തിട്ട് അവരിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ടാണ് ഇതിൻ്റെ പ്രോഡക്ട്സ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബിറ്റ്വീൻ ഏജ് 14-16 എന്നുള്ളതിൽ 67% ആൾക്കാരും ഡയബറ്റിക്സ് ആണ്. ഇത് ഡയബറ്റ് ഫ്രണ്ട്ലി ആണ്, ദെൻ ഇക്കോ ഫ്രണ്ട്ലി ആണ്. ഞങ്ങളുടെ എല്ലാ പ്രോഡക്റ്റുകളും തന്നെ ഇൻസ്റ്റൻറ്റ് റെഡി ടു കുക്ക് ആൻഡ് റെഡി ടു ഈറ്റ് ആണ്. ഇൻസ്റ്റൻറ്റ് എനർജി ഡ്രിങ്ക് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും അതുകൊണ്ട് ഈസി ആയിട്ട് ഫുഡുകൾ ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ പൊടി ഒന്ന് രാത്രി കലക്കി വെച്ച് രാവിലെ എഴുന്നേറ്റ് ഇഡ്ഡലി ദോശ ഉണ്ടാക്കാൻ പറ്റും. അത് കുട്ടികൾ പോലും തിരിച്ചറിയില്ല ഞാൻ കഴിക്കുന്നത് മില്ലറ്റാണെന്ന്. അതേ മാവ് കൊണ്ട് തന്നെ മസാല ദോശ, നെയ് റോസ്റ്റ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് സാധാരണ വീട്ടിൽ ഡയബറ്റിക്കാർക്ക് വേറെ ഫുഡ്, കുട്ടികൾക്ക് വേറെ ഫുഡ് അതുണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ, മട്ടൺ ഇതെല്ലാം യൂസ് ചെയ്യാവുന്ന, ഫിഷും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻസ്റ്റൻറ്റ് എനർജി ഡ്രിങ്ക് ഉണ്ട്. ഇൻസ്റ്റൻറ്റ് എനർജി ഡ്രിങ്ക് സാധാരണ നമുക്ക് ഓഫീസിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പാലിൽ കലക്കി കൊടുത്താൽ മതി. അവർക്ക് 2-3 hours അവർക്ക് വിശക്കില്ല. അത് മാർക്കറ്റിൽ കിട്ടുന്ന സെയിം ഹോർലിക്സ്, ബൂസ്റ്റിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനൊന്നെല്ലാം തന്നെ പ്രിസർവേറ്റീവ്സോ അഡിക്റ്റീവ്സോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. Alright, I'm sorry to interrupt. So okay, thank you. Alright, let's move ahead with the questions. So the time is yours. നിങ്ങൾ ആക്ച്വലി ഫാർമേഴ്സിന്റെ ഡയറക്റ്റ് ആണ് ഈ മില്ലറ്റ്സ് എല്ലാം വാങ്ങുന്നത്. അതുകൊണ്ട് പുറത്തൊന്നും വാങ്ങിക്കുന്നുണ്ട്. സീഡ് കൊടുത്ത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഞങ്ങൾക്കും ഒരു 30 acres ലാൻഡ് ഉണ്ട്. സോ ലാസ്റ്റ് ഇയർ കൾട്ടിവേറ്റ് ചെയ്തത് ഞങ്ങൾ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ വിത്ത് എടുത്തിട്ട് വി ആർ ഗിവിങ് ടു ഫാമേഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. എഗെയിൻ അവർ കൾട്ടിവേറ്റ് ചെയ്തത് ഞങ്ങൾ തന്നെ പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്, എടുക്കുന്നു. ഈ പ്രോഡക്റ്റ് എവിടെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? ഇപ്പോൾ ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ട് 1 month ആയിട്ടുള്ളൂ. 1 month ആയിട്ട് അട്ടപ്പാടിയിൽ. സോ ഇപ്പോൾ ഞങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് എറണാകുളം മാത്രമാണ്. എറണാകുളം മാത്രമാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റൽ, സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും റീറ്റെയിൽ ചെയിനുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ടോ? അല്ല, ഇത് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എഗെയിൻ അവരുടെ കമ്മീഷൻ വാല്യൂസ് ഒക്കെ കൂടുതൽ അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ടാർഗറ്റായിട്ട് ആയുർവേദ ഹോസ്പിറ്റൽസ്, ജിംസ് ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ മെഡിക്കൽ ഷോപ്സ്. ഒരു നിശ മാർക്കറ്റാണ് ഇപ്പോൾ ഇതിന് കണ്ടിട്ടുള്ളത്. വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ്
ആക്ച്വലി മില്ലറ്റിനുള്ളത് എന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രൈസിങ് എത്ര വരും? ഇത് ഞങ്ങൾ 500 ഗ്രാംസ് 100 റുപ്പീസേ ഉള്ളൂ. 500 ഗ്രാം ഇപ്പം മേ ബി ഒരു പുട്ടു സ്റ്റീം അതിന് ചെയ്യാൻ ഒരു 100 ഗ്രാംസ് പൗഡർ മതി 2 പേർക്ക് കഴിക്കാനുള്ള ഇത് ഉണ്ടാക്കാനായിട്ട്, ഫുഡ് ഉണ്ടാക്കാനായിട്ട്. എത്ര? 500 rupees for 500 gram? 100 ഗ്രാം 100 റുപ്പി 500 ഗ്രാംസിന് 100 റുപ്പി. 100 rupees. ഓക്കെ ഫൈൻ. പിന്നെ വേറൊന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പൗഡർ കൊണ്ട് ഒരു മൈദയോ ഗോതമ്പോ ഒന്നും ചേർക്കാതെ തന്നെ ഇത് 100% മില്ലറ്റ് ആണ് എല്ലാ പ്രൊഡക്ട്സിലും ഉള്ളത്. യെസ്. എത്രയാണ് ഷെൽഫ് ലൈഫ് കൊടുക്കുന്നത്? 6 months 6 month ആണ്. ഇത് ഓൾറെഡി ടെസ്റ്റഡ് ആണോ? ടെസ്റ്റഡ് ആണ് എല്ലാം. ആണ്. ഞാൻ കെയിൽ ഇൻക്യുബേറ്റ് ചെയ്യണം. നിങ്ങൾ പ്രോഡക്റ്റ് ആക്ച്വലി ഇപ്പം മാർക്കറ്റ് ഫിറ്റ് ആയിട്ട് റെഡിയാണ്, റെഡിയാണ്. റെഡി ടു ലോഞ്ച് ആണ്. യെസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു.